ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ എൻ്റെ എല്ലാ പ്രാക്ടിക്കലും കഴിഞ്ഞു. ഇന്ന് ബോട്ടണി പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടണീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ ഞങ്ങളുടെ ആയിരുന്നു ഫസ്റ്റ് ബാച്ച്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കയറുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വൈവൊക്കെ എങ്ങനെ ചോദിക്കും, എങ്ങനത്തെ പേഴ്സണാണ് വരുന്നത്, ഇൻഡിവിജ്വലേറ്റർ എങ്ങനെയെന്നുള്ളതൊന്നും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ കയറുന്നതിന് മുന്നേ വേറൊരു ബാച്ച് കയറിയിട്ടായിരുന്നു ഞങ്ങൾ കയറിയത്. ഫസ്റ്റ് ഞങ്ങളെ ബാച്ചാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്നതൊരു സാറായിരുന്നു കേട്ടോ, അടിപൊളി സാറായിരുന്നു. എന്ന് വെച്ചാൽ വന്ന പാടനെ ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുന്നേ തന്നെ ഉത്തരങ്ങൾ സാർ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കോമഡി എല്ലാം പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആൻസർ വെച്ചിട്ടല്ല, പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. പഠിച്ചത് സാറിങ്ങനെ വിശദീകരിക്കുമ്പോൾ അതിൽ ആൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡൈക്കോട്ട് സ്റ്റെം ആയിരുന്നു. ഡൈക്കോട്ട് സ്റ്റെം ഫസ്റ്റ് പഠിക്കാനുള്ള തന്നെ ഡൈക്കോട്ട് സ്റ്റെം ആണല്ലോ. അപ്പോൾ നല്ല എളുപ്പമുണ്ടായിരുന്നു. അത് നല്ല വൃത്തിക്ക് ഡയഗ്രാം വരച്ചു, അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. പിന്നെ രണ്ടാമതുള്ളത് ഫീമെയിൽ പൈനസ്കോൺ ആയിരുന്നു കേട്ടോ. ഫീമെയിൽ പൈനസ്കോൺ ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് 2 C ആയിരുന്നു. 2 C BT കോട്ടൺ ആയിരുന്നു. പിന്നെ BT കോട്ടൺ കഴിഞ്ഞിട്ട് പിന്നെ മൈറ്റോസിസിൽ ആനാഫേസ് ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ആനാഫേസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള ക്വസ്റ്റ്യൻ നാലാമത്തത് ഹൈഡ്രില്ല എക്സ്പെരിമെൻ്റ് ആയിരുന്നു. പിന്നെ അഞ്ചാമത്തത് വെച്ച് കഴിഞ്ഞാൽ സൊളാനിയാസി പൊട്ടാറ്റോ ഫാമിലി. അപ്പോൾ ആ ഒരു പൊട്ടാറ്റോ ഫാമിലിൻ്റെ കാലിക്സിൻ്റെ ഇതായിട്ട് എഴുതാണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ആറാമത്തത് എന്തായിരുന്നു? ആറാമത്തത് ആന്തറിനെ സെക്ഷൻ എടുക്കുക, ഡയഗ്രാം വരയ്ക്കുക, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻട്രാക്ഷൻസിൽ വന്നിട്ടുണ്ടായിരുന്നത് വാൻഡ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എപ്പിഫൈറ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കൊമൻസാലിസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബുദ്ധിമുട്ടുള്ളതും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് നല്ല എളുപ്പമുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്ര മാത്രമായിട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. 7 വെച്ച് കഴിഞ്ഞാൽ വൈവ. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇത് റെക്കോർഡിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെയാണ്. എന്നോട് വൈവ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റിൻ്റെ എയിമാട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട്, സാറ് നല്ല കൂളായിട്ടുള്ള ഒരു സാറായിരുന്നു. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് ഓരോരുത്തരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സാർ ഇങ്ങനെ പേപ്പർ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കോമൺ ആയിട്ട് ചോദിക്കില്ല, അങ്ങനെ ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരിക്കലും വൈവ എന്ന് പറയാൻ പറ്റില്ല. സാറിങ്ങനെ എല്ലാവരായിട്ടും ഇടപെട്ടിട്ട് ഇങ്ങനെ പതുക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. മാത്സും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ നല്ല ഹാപ്പിയാണ്. വിചാരിച്ചത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിലിതാ ഒരു ഹോള്, എല്ലാത്തിലും ഹോള് കാണിച്ചിട്ടില്ല, ഇതിലൊരു ഹോള് കാണിച്ചിട്ടില്ലാന്ന്. പക്ഷെ ഇതിലൊരു ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ വരച്ചിട്ടുള്ള ഇതിലാട്ടോ. കാരണം അനാട്ടമിയും കാര്യങ്ങളൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് വരയ്ക്കാണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. വിചാരിച്ചത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല എക്സാമിന്. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏതൊക്കെ പ്രാക്ടിക്കൽ എക്സാം കഴിയുന്നതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തോടു കൂടി എൻ്റെ എല്ലാ പ്രാക്ടിക്കൽ എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോഡൽ എക്സാമിനുള്ളൊരു പ്രിപ്പറേഷനിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഈസ് അഭിനൻ സൈനിങ് ഔട്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.